മാനം ഇങ്ങനെ ചുവന്ന് വരികയാണ്. ദേ ചെമ്മാനം പൂത്തേ എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയല്ലേ കലോത്സവത്തിന്റെ ആദ്യത്തെ സന്ധ്യ. അതെ, അത് നല്ല രസമുണ്ടല്ലേ, മൊത്തത്തിൽ ഒരു കളറായിട്ടുണ്ട്. ചുവന്ന് ഇങ്ങനെ വരികയാണ്. അപ്പൊ അസ്തമയ സൂര്യനെയൊക്കെ കാണാൻ തോന്നുന്നുണ്ടോ? നോക്കിയാ മതിയല്ലേ. നമുക്കപ്പോ അടുത്ത പെർഫോമൻസിലേക്ക് പോയാലോ റോഷിവാൽ? പിന്നെ അടുത്ത ദേവസൂര്യ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഗിറ്റാറിൽ എ ഗ്രേഡ് വാങ്ങി ദേവസൂര്യ. അപ്പോ ദേവസൂര്യന്റെ പ്രകടനത്തിനായിട്ട് നമ്മൾ ഇവിടെ എല്ലാം തയ്യാറായി കഴിയുകയാണ്. ദേവസൂര്യൻ റെഡിയല്ലേ? തൃശ്ശൂരിന്റെ അഭിമാനം അല്ലേ? ഓക്കെ, ദേവസൂര്യന്റെ പെർഫോമൻസിലേക്ക്. അപ്പോ സൂപ്പർ ആയിട്ട് പെർഫോമൻസ് കഴിഞ്ഞു. റിസൾട്ട് വന്നോ മോന്റെ? എന്താ റിസൾട്ട്? എ ഗ്രേഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഈ പവലിയൻ ഒരു പ്രത്യേകത ഉണ്ട്, ഇവിടെ ഫുൾ എ ഗ്രേഡ് ആണ്. ഇനി അടുത്ത എന്താ പ്ലാൻ? എന്താ ഇന്ദുചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ? പെർഫോമൻസ് ഒക്കെ ചെയ്യണം, അങ്ങനെ സ്റ്റേജുകളൊക്കെ കീഴടക്കണം അല്ലേ? അങ്ങനെ ഒരു റോൾ മോഡൽ ഉണ്ടോ? മൈക്കിൾ ജാക്സൺ. ഗംഭീരം. മൈക്കിൾ ജാക്സൺ ആവാനായിട്ട് ആഗ്രഹിക്കുന്ന ദേവസൂര്യനാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. കിറ്റി സൂപ്പർ. കിറ്റി, നമ്മൾ ഈ കലോത്സവം ഒക്കെ കണ്ടോണ്ടിരിക്കുമ്പോഴേ കിറ്റി വരുന്നതിന് മുമ്പുണ്ടല്ലോ. അപ്പൊ താങ്ക് യു ദേവസൂര്യൻ.